ഹായ് കൂട്ടരെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പെപ്പർ ഡ്രൈ ഫ്രൈ. പെപ്പറാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ അതിൽ നമുക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം കേട്ടോ. ചെറിയ ഉള്ളി കൂടുതൽ യൂസ് ചെയ്താലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ചട്ടി വെച്ച് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ചട്ടി വെച്ചിട്ടോ, അത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 4-5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി ചതച്ച് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിനെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായി വഴറ്റണം. ചെറിയ ഉള്ളി ചതച്ചതാണ്. ഒരു കുറച്ചൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കണുള്ളൂ, പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അത് ഉള്ളി ഒന്നുകൂടി നന്നായി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ച പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, അതുപോലത്തെ 2 തണ്ട് കറിവേപ്പില കേട്ടോ. ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കാം, നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ ഒന്ന് സ്മെല്ല് മാറുന്ന അവിടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി ഇതിൽ നന്നായിട്ട് മിക്സ് ആവണ വരെ ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി ഉടനെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഏകദേശം നന്നായി ഉടഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത്രയും മസാല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കനാണ് ചേർക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ചേർക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോളം ചിക്കനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മസാലയായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയിൽ കുറച്ച് ഉപ്പ് കുറവാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പും കുരുമുളകും ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രമാണ് ഇതിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല. ഒരു ഡ്രൈ രൂപത്തിലാണ് ഉണ്ടാവുക.
ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഓക്കെ, നമ്മളിന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റിൽ ലോ ഫ്ലെയിം വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കനിൽ ഇറങ്ങിയ വെള്ളമൊക്കെ അത്യാവശ്യത്തിനുണ്ട്, ഓവറല്ല, അത്യാവശ്യത്തിനുണ്ട്. മസാലയൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സായിട്ട് ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട് ചിക്കനിൽ. നമുക്കിതൊരു ഏകദേശം ഒരു പകുതി വേവോളം പകുതിയിൽ കൂടുതൽ വേവായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്നൊരു 5-10 മിനിറ്റും കൂടി 5 മിനിറ്റിൽ മേലെ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ഫോം ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഡ്രൈ ഫ്രൈ പെപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ കൂടെ കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ആവണ വരെ. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെപ്പർ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കാണുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.